ഉണ്ടാക്കിയ പായസം നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ മേടിച്ചതാണ്. നമ്പർ 1 എൻട്രി. എപ്പോ നോക്കിയാലും ഓടായിട്ടിരിക്കുന്ന ഒരാൾ മാത്രമേ ഈ വീട്ടിലത് പാവപ്പൊടിയാ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മുട്ടക്കറി. മുട്ടക്കറിയിലെ മുട്ട അടുക്കളയിലാണ് ഗൈസ്. അത് നമ്മളിപ്പോൾ എടുക്കുന്നത്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് ഞാൻ വന്നേക്കുന്ന ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ്. അപ്പം ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫിനൊരു പ്രത്യേകതയുണ്ട്. ഒരു പ്രത്യേകതകളല്ല, പല പ്രത്യേകതകളുണ്ട്. അപ്പം ഇപ്പം സമയം രാവിലെ 8:30 ആവാൻ 5 മിനിറ്റ് അല്ലെങ്കിൽ 4 മിനിറ്റ്. അപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അന്തരീക്ഷം തന്നെ കണ്ടാൽ അറിയാം ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ റൂമിലല്ല, ബിർമിംഗ്ഹാമിലാണ്. ബിർമിംഗ്ഹാമിൽ മാമൻ്റെ അടുത്ത്. അപ്പോൾ ഉറക്കത്തിൽ നിന്ന് കണ്ടിട്ട് കുറച്ച് നേരമായി. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. രാവിലെ എനിക്കിപ്പോൾ നല്ല ജലദോഷമായിരുന്നു. തണുപ്പായതിൻ്റെ നല്ല ജലദോഷമായിരുന്നു. അത് ഞാനോട് ഇരിക്കുന്ന ഇപ്പോഴാണ് എടുക്കാൻ പറ്റിയത്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് സെറ്റായതിനു ശേഷം തല കണ്ടാലും പേടിക്കണ്ട, കാരണം കുളിച്ചിട്ട് കിടന്നതിൻ്റെയാണെന്നത്. കുളിച്ചിട്ട് കിടന്ന് നമ്മുടെ തല ഇങ്ങനെ ഇരിക്കാം. അങ്ങനെ അപ്പോൾ നേരെ വീട്ടിലേക്ക് പോകാം. അപ്പം ആദ്യത്തെ ആള് ഓൾറെഡി എണീറ്റിട്ടുണ്ട്. ആ എന്ത് ചേച്ചി? അവളെ വിളിക്കാവാ. മിണ്ടള്ള. അവളെ വിളിക്കാവാ. സോ ഇനി രണ്ടാമത്തെ ആളെ വിളിക്കാൻ പോകണം. കാരണം മണി 8:30 ആയി. 9 മണിക്ക് നമുക്ക് പള്ളിയിൽ പോകണം. അപ്പം അത് അതുകൊണ്ട് ഞായറാഴ്ചയാണല്ലോ ഇന്ന്. എടി അമ്മു, ഡി അമ്മു, ഹായ് ഹായ്. അപ്പോൾ നമ്മളെ പോയി റെഡിയായി പള്ളി പോകാനുള്ള പരിപാടികൾ നോക്കട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് നേരെ വീഡിയോയിൽ കാണാം. ബാക്കി എല്ലാവരും കാണണം. അയ്യോ മൂക്കടഞ്ഞിട്ട് സംസാരിക്കാൻ എന്തൊരു പാടാണ് ഗൈസ്. ഒരു സിക്ക് ഡേ വേണമെങ്കിൽ ക്യാപ്ഷനിൽ കൊടുക്കാം. രാവിലെ മാത്രമേ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോഴത്തേനും ഇതെല്ലാം ശരിയാവും. എനിക്കുള്ളതാണ് ഇച്ചിരി തണുപ്പടിക്കുമ്പോഴത്തേനുള്ള ഈ ജലദോഷം. അപ്പോൾ നിങ്ങൾ ആലോചിക്കും തണുപ്പുള്ള രാജ്യത്ത് തൊട്ട് എന്തും ഈ ജലദോഷമാണ്. അല്ല, ഇതിന് പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമാണ് ഇങ്ങനെയുള്ള ജലദോഷങ്ങൾ വരാറുള്ളത്. പള്ളിപ്പോൾ റെഡിയാകട്ടെ, അല്ലെങ്കിൽ വേവ പ്രാത് പിടിച്ച് ഓടുക. നമ്മൾ പള്ളിപ്പോൾ റെഡിയായി ഗൈസ്. പേപ്പറാണ് റണ്ണിങ് ലൈറ്റ്. പേപ്പർ റെഡിയാ വെച്ചൊരു സമയം എടുത്തു. ബാക്കി എല്ലാവരും വളരെ തീർത്ത് റെഡി ചെയ്യണോ. അത് റെഡിയായി കഴിഞ്ഞു. അമ്മ റെഡിയായി. എന്താണ് തരാൻ പറ്റില്ല, ഫോൺ തരാൻ പറ്റില്ല. വേവ റെഡിയായി. കെട്ടിത്തരാം. സ്റ്റോപ്പ് ചെയ്യില്ല. ഫോൺ നിന്നോട് എടുത്തേക്കാണ് പറയണേ. നേരം വൈകിന്ന്. അത് പള്ളി പോവാൻ കാറിൽ കയറാണ്. അയ്യോ ഒതുങ്ങിയിരിക്കടി. സ്ഥലമില്ല, സ്ഥലം. അയ്യോ നമ്മൾ 3 പേരും അപ്പൊ നമ്മൾ 3 പേരും വണ്ടി കയറി. പക്ഷേ പേപ്പർ വന്നിട്ടില്ല. പിന്നെ റെഡി കഴിയാത്തോണ്ട് വേവ. അയ്യോ ആ ചേട്ടനോട് കണ്ടീഷൻ വന്നു. പേപ്പർ വേഗം വന്നിട്ടില്ല. പേപ്പർ ഇപ്പോഴും റെഡി ആയിട്ടിരിക്കുക. നമ്മൾ റണ്ണിങ് ലേറ്റ് ആണ്, വളരെയധികം ലേറ്റ് ആണ്. പേപ്പർ വന്നു. പേപ്പർ പറപ്പിച്ച് വിട്ടോ. സീറ്റ് ബെൽറ്റ് ഇട്ട് ഓണാവോ? അയ്യോ വണ്ടി ചെറിയൊരു പണി വന്നു. നമ്മളിത്ര വണ്ടി ഉണ്ട് കളിക്കായിരുന്നു റോട്ടിൽ കൂടെ. മെക്കാനിക് വന്നു ഗൈസ്. ആക്കെ ബായ് വെപ്പാ. പേപ്പർ മെക്കാനിക്ക് കൂടി വണ്ടി റെഡിയാക്കാൻ പോവാണ്. നമ്മൾ പള്ളിയിൽ പോവാണ്. പിക്ക് ചെയ്യാൻ വേറെ ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ ഡോർ പൊടി
പാരൻസ് മീറ്റിംഗ് ആയിരുന്നു ഗൈസ്. അത് കഴിഞ്ഞ് ചായ കുടിക്കാനുള്ള പള്ളിയിൽ കഴിഞ്ഞ് ചായ കുടിക്കാനുള്ള തിരക്കാണ് ഈ കാണുന്നത്. ഓക്കെ അപ്പോ ലെറ്റ്സ് ഗോ. വീഴ്ച പിടിച്ച ഒരു വകയായി ഗൈസ്. അയ്യോ ടിഷ്യൂ 2 പാക്കറ്റ് ടിഷ്യൂ കഴിഞ്ഞു. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ ഇവിടെ നേരെ എവിടേക്കാണ് പോകാമോ? ഷോപ്പിംഗ്. അതെ അതെ, ഷോപ്പിംഗ്. നമ്മളപ്പോ അസ്ഥയിലേക്ക് വന്നേക്കാണ്. മഴയാണ്, മഴ. ഓക്കെ ഗൈസ്, ഷോപ്പിംഗ് ഉണ്ട്. അസ്ഥയ്ക്ക് വന്നേക്കാണ്. ഇവിടെ കുറെ കടകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതെല്ലാം കുറെ കടകളുണ്ട്. എല്ലാ കടകളും നമ്മൾക്ക് ആവശ്യമുള്ള എല്ലാ കടകളും ഒരു നിരയിലാണ്. അതുകൊണ്ട് ഇവിടെ വന്നാലാണ് മെയിൻ ആയിട്ടുള്ള ഷോപ്പിംഗ് നടക്കുള്ളൂ. മഴയാണ്, മഴ. അയ്യോ തടുക്കണേ. രാവിലെ തൊട്ട് നല്ല തണുപ്പും നല്ല ജലദോഷം നല്ല പോലെ. എൻ്റെ ഇവിടേക്ക് മൂക്ക് ചീറ്റി തുടച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെയൊക്കെ പൊട്ടി ഡ്രൈ ആയിട്ടിരിക്കുകയാണ്. ബസ് ലൈറ്റൊക്കെ വന്നു ഗായ്സ്. ഒരു ഫോട്ടോ എടുക്കട്ടെ ഗായ്സ്. ഷോപ്പിങ്ങിന് വന്ന എൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നാളെ അമ്മൂൻ്റെ ബർത്ത്ഡേ ആണ്. പിന്നാണ് അതിൻ്റെ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ഒന്നും മേടിക്കാൻ പറ്റില്ല. നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് എനിക്കൊന്നും മേടിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ഇന്ന് അസ്ഥയിലേക്ക് പോകുമ്പോഴാണ് അവൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് മേടിക്കണം. അപ്പോൾ അവൾക്കുടെ ഡെക്കറേഷനുള്ള സാളൊക്കെ ഇപ്പോൾ മേടിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ എനിക്ക് ഇവൾക്കുള്ള ഗിഫ്റ്റും മേടിക്കണം. അതാണ് മെയിൻ ഷോപ്പിങ്ങിന്. അത് പറഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഷോപ്പ് കണ്ടപ്പോൾ 2 ആൾക്കാർ പോകുകയാണ് കാണിച്ചത് കേട്ടോ. നമ്മളെല്ലാം കോസ്മെറ്റിക്സിൻ്റെയും ബാക്കിയുള്ള സാധനങ്ങളും മേടിക്കാനുള്ള ഷോപ്പിൽ കയറുമ്പോൾ ബീയിങ് പാരൻസ് എന്ന് പറയുന്നത് കണ്ടു. അവർ തപ്പുന്നത് വീട്ടിലേക്കുള്ള ചവിട്ടികൾ. ഞാൻ അവൾക്കുള്ള ഗിഫ്റ്റ് മേടിച്ചു ഓൾറെഡി. ഇനിയിപ്പോൾ ഞാൻ പറയണ്ടായിരുന്നു അവൾക്ക് ബലൂൺ വേണമെന്ന്. മറ്റേ ഹീലിയം ബലൂണില്ലേ, അപ്പോൾ ഞാനത് മേടിക്കാൻ പോവാണ്. അവർ സ്റ്റിൽ അസ്തയിൽ ഷോപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അത് മേടിക്കട്ടെ. ഈ ഒരു ബലൂൺ ഞാൻ മേടിച്ചേ. ബലൂൺ ഗൈസ്. അവിടെ നല്ല ബലൂണൊന്നും കണ്ടില്ല. സോ ഐ ഹാഡ് ടു പിക്ക് ദിസ് വൺ. സിക്കായി ഗൈസ്, പറ്റുന്നില്ല. നമ്മൾ തിരിച്ച് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു, സാധനം മേടിച്ചു. ഇപ്പം തിരിച്ച് പോവാണ്. ഫാമിലി വീഡിയോ കോൾ ഗൈസ്. My mummy is there in the video call. അങ്ങനെ നമ്മൾ വീടെത്തി ഗായ്സ്. After a lots of things. ഫുഡ് കഴിക്കാൻ പോണ വെച്ചിട്ട് കൊള്ളാം. ചോറ് ചിക്കൻ സ്ട്രിപ്സ് ആർ റെഡി ഹിയർ. പെരിയാന്താണ് വിചാരിക്കും നിങ്ങൾ. ബട്ട് യെസ്, ഇവിടെ വന്നാലല്ലേ ഇത്രയും തിന്നാൻ പറ്റുള്ളൂ. പറഞ്ഞതി. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മളിപ്പോൾ ബർത്ത്ഡേ ഡെക്കറേഷൻ ചെയ്യാൻ പോവാണ്. ബർത്ത്ഡേ ഡെക്കറേഷൻ ചെയ്യാനായിട്ട് നമ്മൾ നമ്മൾ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചേക്കണേ. ഇവിടെയാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചേക്കണേ, ഈ ഒരു ഭാഗത്ത്. ആൻഡ് ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം. പിള്ളേരുള്ള വീട്ടിൽ എന്തോരം ക്ലീൻ ആവില്ല. കണ്ടില്ലേ അവരുടെ കളറടിക്കുന്നത് അതുപോലെ. മേമ ഓട്ടപ്പാച്ചിലാണ്. സോ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നു. നമ്മുടെ പരിപാടി ശരിക്കും 7 മണിയാണ് എല്ലാവരും പറഞ്ഞേക്കണേ. പക്ഷെ എല്ലാവരും ചിലപ്പോൾ നേരത്തെ വരെയായിരിക്കും. സോ നമുക്കപ്പോൾ ഇതൊക്കെ. അതിന് മുൻപ് എനിക്കൊരു കമൻറ്റ് ഇന്ന് വന്നതാണ്. കമൻ്റ് ഒന്ന് വായിക്കട്ടെ, എന്നിട്ട് വരാം. ഓക്കെ, സോ കമൻറ്റ് വന്നേക്കുന്നത് ഇന്നലെ ഇട്ട ഷോർട്സിന്, ഞാൻ ഇങ്ങോട്ട് വരാത്ത ഷോർട്സിൻ്റെ അകത്തിട്ട കമൻറ്റാണ്. ബിഫോർ യു ടോൾഡ് അസ് സ്റ്റുഡൻറ്റ് ലൈഫ് ഈസ് വെരി ടഫ്. അപ്പോൾ ഈ കമൻറ്റ് വന്നേക്കണ ആളുടെ പേരൊന്നും ഞാൻ പറയണില്ല. എൻ്റെ ഒരു സപ്പോർട്ടറാണെന്ന് എനിക്ക് ഫീൽ ചെയ്തേക്കണം. കാരണം പുള്ളി ഇടയ്ക്കിടയ്ക്ക് എനിക്കറിയില്ല ഗേൾ ഓർ ബോയ് ഓർ പാരൻ്റ് ആണോ അറിയില്ല, പക്ഷേ എനിക്കൊരു സപ്പോർട്ടറായിട്ടാണ് ഫീൽ ചെയ്തേക്കണേ പലപ്പോഴും കമൻ്റ് ഇടുമ്പോൾ. ഞാൻ നോട്ടീസ് ചെയ്തേക്കുന്ന ഒരു പേരാണത്. അപ്പം ആൻഡ് ഞാൻ ഉദ്ദേശിച്ചത് ഇന്നലത്തെ ഇതിനകത്ത് ഞാൻ പറഞ്ഞേക്കുന്നത് എന്താ, സ്റ്റുഡൻറ്റ് ലൈഫിനകത്ത് എല്ലാവരും വിചാരം ഭയങ്കര അടിപൊളിയാണെന്നാണെന്നാണ്. കാരണം എൻ്റെ വീഡിയോസൊക്കെ അത്യാവശ്യം ഇങ്ങനെ ഓരോ എൻജോയ്മെൻറ്റിൻ്റെ വീഡിയോസും പിന്നെ അതുപോലെയുള്ള ഷോർട്സും കാര്യങ്ങളൊക്കെ. എൻ്റെ മിക്കതും ഷോർട്സാണ്. അപ്പോൾ ഷോർട്സിൻ്റെ അകത്ത് മിക്കതും ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യാറുള്ളൂ. അപ്പം മിക്കവരും അങ്ങനെ ഒരു സംസാരമുണ്ട് എല്ലാവർക്കും. അപ്പം അങ്ങനെ മാത്രമല്ല, ഇപ്പോൾ ഹാർഡായിട്ടുള്ള ടൈം ഉണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അതൊന്നും എനിക്ക് ഷെയർ ചെയ്യാൻ താല്പര്യമില്ല. സോ അതാണ് ഞാൻ ഇന്നലെ ഷെയർ ഉദ്ദേശിച്ചൊരു മെസ്സേജ്. അത് ക്ലിയർ ചെയ്തതാണ്.
എനിവേ ഐ എം സോ ഹാപ്പി ടു റീഡ് ദോസ് കമൻറ്റ്സ്. കാരണം ഇറ്റ്സ് ഫ്രം സപ്പോർട്ടറിൻ്റെ സൈഡിൽ നിന്നായതുകൊണ്ട്. എനിവേ അയ്യോ ശരിക്കും സിക്കായി. അപ്പോൾ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പോകാം. ഓക്കെ, ഒന്നേത്തിന് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ബട്ട് ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. അല്ലെങ്കിൽ ഞാൻ ബർത്ത്ഡേയുടെ വീഡിയോസ് ഞാൻ ആഡ് ചെയ്യാം ഗായ്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡെക്കറേഷൻ ചെയ്തത്. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്തൊക്കെയോ എടുത്തിട്ടുണ്ട്. ബർത്ത്ഡേയുടെ ആ ഒരു കേക്ക് കട്ടിങ്ങിൻ്റെ ഭാഗമായപ്പോഴത്തേനും ലൈക്ക് അധികം വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല. കാരണം എല്ലാവരും ഉണ്ടായിരുന്നു, എനിക്ക് അറിയണ ആൾക്കാരല്ലല്ലോ. സോ അത് നമുക്ക് പരിമിതികളുണ്ട്. പിന്നെന്താ, അവരൊക്കെ ഇവിടുത്തെ ഫാമിലി ഫ്രണ്ട്സാണ്, മേമയുടെയും ബാപ്പിൻ്റെ ഒക്കെ. അപ്പോൾ നിങ്ങൾ വീഡിയോ എൻജോയ് ചെയ്തു, വീഡിയോ കണ്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറക്കാണ്ട് നിങ്ങളുടെ കമൻസൊക്കെ കമൻറ്റ് ഇടുക. പിന്നെ അതുപോലെ തന്നെ എന്താ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ ബായ്. എല്ലാവരും ഓരോരോ വഴിക്ക് സൈഡായി. അപ്പോൾ പേപ്പറാണെങ്കിലും കിടന്നുറങ്ങി. പിന്നെ പിള്ളേർ ഇവിടെ ഉണ്ട്, മേമ അടുക്കളയിൽ പണിയിൽ. സോ അയ്യോ, അങ്ങനെ ഒരു ബിസി ഡേ, സിക്ക് ഡേ. വൈകുന്നേരം ആയപ്പോഴത്തേന് സിക്കൊക്കെ മാറി, ഓക്കെ ആയി. അങ്ങനെ പോട്ടെ ഗൈസ്, ബൈ.